ഷോയ് ഈ ഔദ്യോഗികമായ അറിയിപ്പ് വന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കേരള സംസ്ഥാന നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പോലീസിലെ SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും തമിഴ്നാട് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആശയവിനിമയം നടത്തുകയാണ്. ഈ പരിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കുറെ കൂടി പുതിയ വിവരങ്ങൾ വരുന്നുണ്ടോ? ഗൗരവമുള്ള പരിക്കാണെന്ന് പ്രാഥമികമായ വിലയിരുത്തലായിരുന്നു, എങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയുമോ ഇപ്പോൾ? ലിഷോയ്, പരിക്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. കാരണം ഈ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഡ്രൈവറിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. നിലവിൽ കോയമ്പത്തൂരിൽ നിന്ന്, അതായത് ഈ പൊള്ളാച്ചിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഡ്രൈവറിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ്. അപ്പോൾ ഈ മറ്റുള്ളവരുടെ എല്ലാം തന്നെ, അതായത് ഈ കൂട്ടത്തിൽ തന്നെ ഈ 5 പേരുടെ ചിലരുടെ നില ഈ ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് വേണ്ട ചികിത്സ നൽകി വരികയാണ്. അതേസമയം തന്നെ ഇനി ഇവർക്ക് കൂടുതൽ ചികിത്സ ലഭ്യമാക്കണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ എന്തായാലും അങ്ങോട്ടേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നുണ്ട്. കൂടാതെ ഈ ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ അവിടെ നിന്ന് മാറ്റിയതിനാൽ തന്നെ ഇനിയിപ്പോൾ ഈ ചികിത്സയിലുള്ളവരുടെ അവസ്ഥ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. ഇതിൽ തന്നെ ഈ കൗമാരക്കാർ ഉൾപ്പെടെ ആ ഒരു കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ തന്നെ പരിക്കുകൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാടിനെയാകെ നടുക്കിയ ഒരു അപകട വാർത്തയാണ്. വാൽപ്പാറയിൽ, തമിഴ്നാട്ടിലെ വാൽപ്പാറയിലാണ് ഈ അപകടം ഉണ്ടായത്. വാൽപ്പാറയ്ക്കും പൊള്ളാച്ചിക്കും ഇടയിൽ, വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഹെയർപിൻ വളവുകൾ ഇറങ്ങി ടെമ്പോ ട്രാവലർ വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത്. 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. വാൽപ്പാറയിൽ നിന്ന് ഏറെക്കുറെ 30 കിലോമീറ്റർ, പൊള്ളാച്ചിയിൽ നിന്ന് ഏറെക്കുറെ 30 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. മലപ്പുറത്തെ പാങ് LP സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ സഞ്ചരിച്ച വാഹനമായിരുന്നു. വിനോദയാത്രയ്ക്ക് വേണ്ടി പോയതാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവിടെ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയാണ്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ജീവൻ നഷ്ടമായത്. സംഭവ സ്ഥലത്ത് വെച്ച് 8 പേർ മരിച്ചു. അതിൽ 7 പേരും സ്ത്രീകളായിരുന്നു. ഒരു പുരുഷനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 5 പേരെ പൊള്ളാച്ചി ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വരുന്നു. ഇവർക്കും കാര്യമായ പരിക്കുണ്ട് എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതേസമയം ഡ്രൈവറിൽ നിന്ന് അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. നിയന്ത്രണം നഷ്ടമായി പിന്നീട് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. 21 വയസ്സ് പ്രായമാണ് ഡ്രൈവർക്ക് ഉള്ളത്. ഇപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഡ്രൈവറും 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ്. ഈ 2 പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവർ കൗമാരക്കാരാണ്. 17-18 വയസ്സ് മാത്രമേ അവർക്ക് പ്രായമുള്ളൂ എന്നതാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പിൽ പറയുന്നത്. വേഗത്തിൽ തന്നെ മൃതദേഹങ്ങളും ഒപ്പം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് 108 ആംബുലൻസ് ഉപയോഗിച്ച് എത്തിച്ചു എന്നതാണ് പങ്കുവയ്ക്കപ്പെടുന്ന വിവരം. മാത്രമല്ല, വാൽപ്പാറ സബ് ഡിവിഷൻ DYSP ഒപ്പം വാൽപ്പാറ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ വളരെ വേഗത്തിൽ സ്ഥലത്തേക്ക് എത്തുകയും ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആശുപത്രിയിലുള്ളവരുടെ പരിക്കുമായി ബന്ധപ്പെട്ട് ഇനി പുതിയ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞു. സങ്കടകരമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മലപ്പുറം പാങ്ങിലെ LP സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെട്ട സംഘം വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു ദുരന്തം പതിയിരുന്നത്, അപകടം ഉണ്ടായത്. വാൽപ്പാറയിൽ അപകട സ്ഥലത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് വരുന്നത്.